ഇന്നത്തെ തൊഴിൽ അവസര വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊഴിൽ അവസര വാർത്തകൾ എല്ലാ ദിവസവും. തൊഴിൽ വാർത്തകൾ തുടർന്നു ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുരാവസ്തു വകുപ്പിൽ ഫോട്ടോഗ്രാഫറാകാൻ അവസരം. യോഗ്യത 10ാം ക്ലാസ്, ഫോട്ടോഗ്രാഫിയിൽ പ്രാവീണ്യം. കേരള സർക്കാർ സർവീസിൽ പുരാവസ്തു വകുപ്പിൽ ഫോട്ടോഗ്രാഫറാവാൻ അവസരം. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിൽ യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ശമ്പള സ്കെയിൽ 35,600 രൂപ മുതൽ 75,400 രൂപ വരെ. ഒഴിവുകളുടെ എണ്ണം 1. നിയമന രീതി നേരിട്ടുള്ള നിയമനം. ഈ തസ്തികയുടെ 4% ഒഴിവുകൾ 1/10/2023 തീയതിയിലെ GOP നമ്പർ 5/2023/SJD നമ്പർ സർക്കാർ ഉത്തരവിൽ പരാമർശിച്ചിട്ടുള്ള പ്രകാരം ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. ബ്ലൈൻഡ് ആൻഡ് ലോ വിഷൻ ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾ ടി തസ്തികയ്ക്ക് അപേക്ഷിക്കുവാൻ അർഹരല്ല. പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ. മറ്റു പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കും നിയമാനുസൃത ഇളവും ഉണ്ടായിരിക്കും. യോഗ്യതകൾ: SSLC പാസ് അല്ലെങ്കിൽ തത്തുല്യം. ഫോട്ടോഗ്രാഫിയിൽ പ്രാവീണ്യം. ഫോട്ടോഗ്രാഫിയുടെ വിവിധ ഘട്ടങ്ങളായ പ്രിന്റിംഗ്, ഡെവലപ്പിംഗ്, എൻലാർജിംഗ് എന്നിവയിൽ സമഗ്രമായ അറിവുണ്ടായിരിക്കണം. ഇതിനായി ഒരു പ്രായോഗിക പരീക്ഷ നടത്തുന്നതാണ്. ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ഫോട്ടോഗ്രാഫി ഒരു വിഷയമായി പഠിച്ച് അപ്ലൈഡ് ആർട്ടിൽ നേടിയ ബിരുദം അഥവാ ഡിപ്ലോമ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി: ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ്. പുതുതായി പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് അപ്ലോഡ് ചെയ്ത തീയതി മുതൽ 10 വർഷക്കാലത്തേക്ക് പ്രാബല്യമുണ്ടായിരിക്കും. അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം ഭാവിയിലെ ഉപയോഗത്തിനായി ഓൺലൈൻ അപേക്ഷയുടെ സോഫ്റ്റ് കോപ്പി അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈലിലെ മൈ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത, പരിചയം, ജാതി, വയസ്സ് മുതലായവ തെളിയിക്കുന്നതിനുള്ള അസൽ പ്രമാണങ്ങൾ കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കിയാൽ മതിയാകും. അവസാന തീയതിക്ക് ശേഷം പ്രൊഫൈലിൽ ഉദ്യോഗാർത്ഥികൾ സ്വയം വരുത്തുന്ന തിരുത്തലുകളും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഓഫീസ് മുഖാന്തരം വരുത്തുന്ന തിരുത്തലുകളും അപേക്ഷയിൽ വരുന്നതല്ല.
കൂടാതെ തിരുത്തലുകൾ മൂലമുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് തിരുത്തലുകൾ വരുത്തുന്ന തീയതി മുതലേ പ്രാബല്യമുണ്ടായിരിക്കുകയുള്ളൂ. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എഴുത്ത് OMR ഓൺലൈൻ പരീക്ഷ നടത്തുകയാണെങ്കിൽ കൺഫർമേഷൻ ഉദ്യോഗാർത്ഥികൾ നൽകേണ്ടതാണ്. അങ്ങനെ കൺഫർമേഷൻ നൽകുന്നവർക്ക് മാത്രമേ അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. പരീക്ഷാ തീയതിക്ക് മുൻപ് 15 ദിവസത്തിന് മുൻപായി അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻ ലഭിക്കാത്തവരുടെ അപേക്ഷ നിരസിക്കപ്പെടുന്നതാണ്. ആധാർ കാർഡുള്ള ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയായി നൽകേണ്ടതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി 29, 2025 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെ. അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in. ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിച്ചു. അടുത്ത വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.